ഹലോ ഗായ്സ്, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഗ്രിഡ് ടൈഡ് ഇൻവെർട്ടറിൻ്റെ വയറിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പം ഗ്രിഡ് ടൈഡ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ അറിയാമായിരിക്കുമല്ലോ. കറണ്ട് ഇല്ലാത്ത സമയത്ത് ബാറ്ററി എന്നുള്ള DC-നെ AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ വീട്ടിലെ ലൈറ്റും ഫാനൊക്കെ വർക്ക് ചെയ്യുന്ന സാധാരണ ഇൻവെർട്ടർ, അതൊക്കെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സാണ്. അല്ലെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ ബാറ്ററി ആവശ്യമാണ്. അതുപോലെ തന്നെ KSEB സപ്ലൈ ഇല്ലാത്ത സമയത്തെ അത് വർക്ക് ചെയ്യുള്ളൂ. ഇത് ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സാണ്, അല്ലെങ്കിൽ ഗ്രിഡ് ടൈഡ് ഇൻവെർട്ടേഴ്സാണ്. ഇത് വർക്ക് ചെയ്യാൻ ബാറ്ററി ആവശ്യമില്ല. സോളാറിൽ നിന്നുള്ള എനർജി ഡയറക്റ്റായിട്ട് AC ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇത് വർക്ക് ചെയ്യാൻ KSEB ലൈൻ അത്യാവശ്യമാണ്. KSEB ലൈൻ ഇല്ലാത്ത സമയങ്ങളിൽ ഇത് വർക്ക് ചെയ്യില്ല. ആ ഡെമോൺസ്ട്രേഷൻ ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ ഗ്രിഡ് ടൈഡ് ഇൻവെർട്ടറിൽ നമ്മൾ സോളാർ പാനലിൽ നിന്നുള്ള DC-നെ AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ വീടുകളിലോ ഓഫീസിലോ ഉള്ള എല്ലാ എനർജി ആവശ്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലൈറ്റ്, ഫാന്, TV എല്ലാം ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് പിന്നെയും മിച്ചം ഉണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ടുള്ള എനർജി നമുക്ക് KSEBക്ക് വിറ്റ് നമുക്കതിന് ഒരു പൈസ അവരിങ്ങോട്ട് തരും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എനർജി നമുക്ക് യൂസ് ചെയ്യാം. അതിലും കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗ്രിഡിലേക്ക് കൊടുത്ത് നമുക്ക് പൈസയാക്കി കൺവേർട്ട് ചെയ്യാം. ഇതാണ് ഗ്രിഡ് ടൈഡ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ബേസിക് പാർട്സ് ഒന്ന് പരിചയപ്പെടാം. ഒബ്വിയസ്ലി റൂഫിന് മുകളിലാണ് സോളാർ പാനൽ ഇരിക്കുന്നത്. അവിടുന്ന് വരുന്ന വയർ ഈ DBയിൽ വരും. DCDB ആണ്. അവിടുന്ന് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ നേരെ ഇൻവെർട്ടർ, നമ്മുടെ പ്രധാന ഐറ്റമായി ഇൻവെർട്ടറിലേക്ക് വരുന്നു. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ DB ആയ ACDBയിലേക്ക് പോകുന്നു. അപ്പം ഇത് മൂന്നുമാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. കുറച്ച് പാർട്സ് കൊണ്ടുണ്ട്, അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പം നമ്മുടെ സോളാർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി തീരുമാനിക്കുന്നത് ഈ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റിയാണ്. 10 kVA സോളാർ പ്ലാന്റ്, 5 kVA സോളാർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് ഈ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റിയാണ് അത് തീരുമാനിക്കുന്നത്, എത്ര kVA എനർജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇനി നമുക്ക് ഓരോ പാർട്സും ഒന്ന് അടുത്ത് കാണാം. ഒബ്വിയസ്ലി നമ്മൾ റൂഫിലാണ് സോളാർ പാനൽ വയ്ക്കുക. ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് സോളാർ പാനലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. അപ്പം ഇവിടെ നമ്മൾ വരുന്ന DC രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കേസിൽ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് DC സർക്യൂട്ട് ബ്രേക്കറുകളാണ്. കാഴ്ചയ്ക്ക് നമ്മുടെ സാധാരണ AC സർക്യൂട്ട് ബ്രേക്കറുകൾ തോന്നുമെങ്കിലും ഇത് DCക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ സോളാർ ആപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കറാണ്. DCക്ക് അപകടം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സാധാരണ AC സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ ഓൺ ഓഫ് ആക്കുന്ന അത്ര സേഫ് അല്ല. പെട്ടെന്ന് അത് ഡാമേജ് ആവും, ഇൻവെർട്ടറും ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സോളാർ ആപ്ലിക്കേഷന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള DC സർക്യൂട്ട് ബ്രേക്കർ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. അപ്പം പോസിറ്റീവും നെഗറ്റീവും ഈ ബ്രേക്കർ വഴി കയറിയിട്ടാണ് നമ്മൾ DBയിലേക്ക് പോകുന്നത്. ഇതാണ് DBയിലേക്ക് പോകുന്ന വയർ. ഇത് നമുക്ക് DB ഒന്ന് അടുത്ത് കാണാം. അപ്പോൾ ഈ DBക്കുള്ളിലെ കമ്പോണൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് സോളാർ പാനലുകളുടെ എണ്ണത്തിന് പ്രൊപ്പോർഷനിലായിരിക്കും. എനിക്ക് 2 സെറ്റ് സോളാർ പാനലാണുള്ളത്. അതുകൊണ്ടാണ് DBക്കുള്ളിൽ കമ്പോണൻസ് എല്ലാം 2 വീതം ഉള്ളത്. 4 സെറ്റ് സോളാർ പാനലുള്ള ഒരു കസ്റ്റമർക്ക് ഈ DBക്കുള്ളിലെ എല്ലാ കമ്പോണൻസും 4 വീതം ഉണ്ടാവും. ആ ഒരു രീതിക്ക്. അപ്പം ബ്രേക്കറിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവും നമ്മൾ DBക്കുള്ളിലേക്ക് എടുക്കുന്നുണ്ട്. പോസിറ്റീവ് ആദ്യം പോകുന്നത് ഒരു ഫ്യൂസിലേക്കാണ്. ഈ കാണുന്ന ഹാവൽസിൻ്റെ റെഡ് കളറിൽ കാണുന്നത് ഒരു DC ഫ്യൂസാണ്. അത് സോളാർ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഫ്യൂസാണത്. അപ്പോൾ ഈ DCയുടെ പോസിറ്റീവ് ഫ്യൂസ് വഴി കയറി നേരെ SPD പോസിറ്റീവിലേക്ക് വരുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പോസിറ്റീവിൽ നിന്ന് വരുന്ന വയർ നേരെ പോകുന്നത് SPD പോസിറ്റീവിലേക്കാണ്. അവിടുന്ന് ഒരു ലൂപ്പ് ചെയ്ത് ഒരു കണക്ടർ വഴി നേരെ പുറത്തേക്ക്. ഈ SPD DC SPD ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കണക്ഷൻസിൽ പ്ലസ്, ഗ്രൗണ്ട്, മൈനസ് എന്ന കണക്ഷൻസ് വരുന്നത്. അപ്പോൾ മാർക്കിങ്സ് പോലെ തന്നെ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലസ്സിലേക്ക്, മൈനസിലേക്ക്, ഗ്രൗണ്ട് പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കണം. ഇനി നമുക്ക് നെഗറ്റീവ് നോക്കാം. നെഗറ്റീവ് നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ബ്രേക്കറും കൂടെ കയറി നേരെ ഫ്യൂസ് ഇല്ല കേട്ടോ, നെഗറ്റീവിന് ഫ്യൂസ് ഇല്ല, നേരിട്ട് SPD നെഗറ്റീവിലേക്ക് കൊടുക്കുക. നെഗറ്റീവിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മറ്റൊരു വയർ ലൂപ്പ് ചെയ്ത് ഒരു കണക്ടർ വഴി നേരെ പുറത്തേക്ക്. അപ്പം ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വയറിംഗ് എന്ന് പറയുന്നത്. 2 സെറ്റ് സോളാർ പാനൽ ഉള്ളതുകൊണ്ട് തന്നെ ഇടത്തുവശത്ത് കാണുന്ന അതേ സെക്ഷൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് വലത്തുവശത്ത്. എന്ന് വെച്ചാൽ സിമിലർ കണക്ഷൻ തന്നെയാണ്. ഈ SPD വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അന്നേരം നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. AC SPD കണക്ഷനും DC SPD കണക്ഷനും എല്ലാം ഞാൻ അതിനകത്ത് പ്രത്യേകം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ഈ ഔട്ട്പുട്ട് വരുന്ന കേബിൾ, ഈ DCDBയിൽ നിന്ന് വരുന്ന DC ഔട്ട്പുട്ട് നേരെ ഇതുവഴി വന്ന് നേരെ നമ്മൾ ഇൻവെർട്ടറിലേക്ക് കൊടുക്കാൻ പോവാണ്. അപ്പം ഇത് ഗുഡ്വി എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻവെർട്ടറാണ്. ഗുഡ്വി എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻവെർട്ടറാണ്. ലെഫ്റ്റ് സൈഡിൽ വേറെ ഒന്നുമില്ല, ഒരു സ്റ്റിക്കറുണ്ട്. നിങ്ങൾ പോസ് ചെയ്തിട്ട് വേണം റീഡ് ചെയ്യാം. ആ LED ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ് കാണിക്കണമെന്നൊക്കെയുള്ളതാണ് ആ ഒരു സ്റ്റിക്കറിൽ കാണിക്കുന്നത്. പിന്നെ വലത്തുവശത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ സ്പെസിഫിക്കേഷൻസ് ആണ്. ഇതും നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാം. ഇതൊരു 8 kVA ഇൻവെർട്ടറാണ്. അപ്പോൾ നമ്മുടെ സോളാർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 kVA ആയിരിക്കും. ഈ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റിയാണ് അത് തീരുമാനിക്കുന്നത്. ഈ ഇൻവെർട്ടറിൻ്റെ മെനു ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് സോളാർ പാനലിലെ വോൾട്ടേജും കറണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ഈ DB തുറക്കാതിരുന്നത്. കണ്ടോ, 400 വോൾട്ട് 4.5 ആംപിയർ കറണ്ട് വലിക്കുന്നുണ്ട് ഫസ്റ്റ് പാനലിൽ നിന്ന്. സെക്കൻഡ് പാനൽ അതായത് 400 വോൾട്ട് 4.7 ആംപിയർ കറണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ DCDB തുറക്കാതിരുന്നത്. കാരണം നല്ല സ്ട്രോങ് DC ആണ്.
ഒരു ഗ്രാഫ് കാണാം. ഗ്രാഫ് എത്ര സമയത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെന്ന് കാണാം. ടോട്ടൽ പവർ, ഇൻസ്റ്റൻറ്റേനിയസ് പവർ, സമയം, മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കാണാം. ഇത് ഔട്ട്പുട്ട് വോൾട്ടേജാണ്. നിലവിലുള്ള ലൈൻ 1, ലൈൻ 2, അത് ഫേസ് 3 ഫേസ് ഔട്ട്പുട്ടിൻ്റെ വോൾട്ടേജ്. ഇത് ലോഡ് കറണ്ട്, നമ്മുടെ ഗ്രിഡിലേക്ക് കൊടുക്കുന്ന പവർ കറണ്ട്, ഫ്രീക്വൻസി, മോഡൽ നമ്പർ. ഇതാണ് ഈ ഒരു DC ഇൻവേർട്ടറിൻ്റെ സ്ക്രീനിലുള്ള കാര്യങ്ങൾ. ഇത് കൂടാതെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഇവിടെ AC ഔട്ട്പുട്ട് കണക്ഷൻ നമുക്ക് കാണാം. തൊട്ടിപ്പോൾ ഒരു വൈഫൈ മൊഡ്യൂളുണ്ട്. ഈ വൈഫൈ മൊഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് റിമോട്ട് ആക്സസ്, ഇതൊരു ഹോട്ട്സ്പോട്ടാണ്. നമ്മുടെ മൊബൈലോ ലാപ്ടോപ്പോ ഇതിൻ്റെ IP അഡ്രസ്സ് അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് റിമോട്ടായിട്ട് നമുക്ക് അറിയാൻ പറ്റും. വളരെ ഉപകാരമുള്ളൊരു ഫീച്ചറാണ്. ഒരു USB പോർട്ട് കാണാം, ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, സോളാർ പാനലിൻ്റെ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിനെ എങ്ങനെ പുറത്തേക്ക് എടുക്കാൻ നോക്കാം. ഇൻവെർട്ടർ DC AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ AC ഇവിടെ ഈ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ എത്തിക്കും. ഇവിടെ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന AC ഔട്ട്പുട്ടും ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ KSEB നിന്ന് വരുന്ന 3 ഫേസ് ഇൻപുട്ട് ഇവിടെ വരുന്നുണ്ട്. ഒരു ഐസൊലേറ്റർ നിങ്ങൾക്ക് കാണാം. ഒപ്പം തന്നെ ഒരു ACSPD. ഇതിന് DCയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 3 ഫേസ് ആയതുകൊണ്ട് L1, L2, L3 ഗ്രൗണ്ട്, ന്യൂട്രൽ, അതായത് RYB ന്യൂട്രൽ ഗ്രൗണ്ട് എന്ന സെയിം കൺസെപ്റ്റ് തന്നെ. ഇതിപ്പോൾ സിംഗിൾ ഫേസ് ആയിരുന്നെങ്കിൽ എർത്ത്, ഫേസ്, ന്യൂട്രൽ ഇത്രേ കണക്ഷനെ കാണുള്ളൂ. അപ്പോൾ ഒരു DC സർജ് പ്രൊട്ടക്ടർ ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. ഇത് നമുക്ക് ഇതുപോലെ ഊരിയെടുക്കുന്ന മോഡ്യൂളായിട്ടാണ് വരിക. നമുക്ക് ഏത് മോഡ്യൂളാണോ കംപ്ലൈൻ്റ് ആയത് ആ മോഡ്യൂൾ മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു 1200 വോൾട്ട് 20 കിലോ ആംപിയർ റേറ്റിംഗ് ഉള്ള ഹാവൽസിൻ്റെ DC SPD ആണ്. ഇതിൻ്റെ 2 മെറ്റാലിക് കോണ്ടാക്ട്സ് നിങ്ങൾക്ക് കാണാം. ആ 2 മെറ്റാലിക് കോണ്ടാക്ട്സ് വഴിയാണ് ഇത് ഹൈ വോൾട്ടേജ് സർജിനെ എർത്ത് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ നമ്മുടെ ലൈൻ വോൾട്ടേജിൽ സർജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഹൈ വോൾട്ടേജ് സർജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഹൈ വോൾട്ടേജ് സർജിനെ ഡിവൈസിലെത്തുന്നതിന് മുമ്പേ എർത്ത് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ താഴെ കണ്ട ഒരു പച്ച കളറിൽ റീപ്ലേസ് ഈ ഫ്രെഡ് എന്ന് കാണിച്ചൊരു ചെറിയ വിൻഡോ, ആ വിൻഡോ നോക്കിയിട്ടാണ് ഇത് അടിച്ചു പോയോ ഇല്ലയോ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. അത് ചുവപ്പ് കളറാവുന്ന സമയത്ത് നമ്മൾ ഈ മോഡ്യൂൾ റീപ്ലേസ് ചെയ്യണം. ഒരു നല്ല ശക്തമായ മിന്നലൊക്കെ വരുന്ന സമയത്താണ് സാധാരണ ഇതിൽ ഇത് അടിച്ചു പോകാറുള്ളൂ. അല്ലാത്ത നോർമൽ ഇടിമിന്നലൊന്നും ഇത് അടിച്ചു പോകില്ല, സർജ് എർത്ത് ചെയ്ത് കളഞ്ഞുകൊണ്ടേയിരിക്കും. അതിശക്തമായ ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഈ മോഡ്യൂളടക്കം അടിച്ചു പോകും. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി മാത്രമുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുൾ കാർട്രിഡ്ജ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഏത് കമ്പനിയുടെ ആണോ നിങ്ങൾ ഉപയോഗിക്കുന്ന സർജ് അറസ്റ്റർ, അതേ സെയിം കമ്പനിയുടെ മോഡ്യൂൾ മാത്രം, ഈ പറയുന്ന കാർട്രിഡ്ജ് മാത്രം വാങ്ങി ഇതുപോലെ കേടായ മോഡ്യൂൾ ഇളക്കി മാറ്റി പുതിയ റീപ്ലേസ്മെൻറ്റ് മോഡ്യൂൾ ജസ്റ്റ് ആ സോക്കറ്റിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് കമ്പനിയുടെയാണോ സോക്കറ്റ് ഉപയോഗിക്കുന്നത് അതേ കമ്പനിയുടെ തന്നെ കാർട്രിഡ്ജ് വാങ്ങി വേണം റീപ്ലേസ് ചെയ്യാനായിട്ട്. മറ്റ് കമ്പനിയുടെ കാർട്രിഡ്ജ് വാങ്ങി റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് സോക്കറ്റിനുള്ളിൽ കയറിയെന്ന് വരില്ല. കാരണം ഓരോ കമ്പനിയുടെയും ലോക്കിംഗ് മെക്കാനിസം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വീഡിയോ ഉടനെ വരുന്നതാണ്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിതൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇത് AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ്. ഇതിലേക്ക് KSEBയുടെ സപ്ലൈയും വരുന്നുണ്ട്, ഇൻവെർട്ടറിൻ്റെ സപ്ലൈയും വരുന്നുണ്ടെന്ന്. അതായത് രണ്ടും പുറത്തേക്ക് പോകുന്നത് ഒറ്റ വയർ വഴിയാണ്. അപ്പോൾ നമുക്ക് ACIO ലൈൻ എന്ന് വേണേൽ പറയാം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഗ്രിഡ് ആയതുകൊണ്ട് KSEB ലൈൻ ഉണ്ടെങ്കിലേ ഈ ഇൻവെർട്ടർ വർക്ക് ചെയ്യുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ബ്രേക്കർ ഓഫ് ചെയ്യാണ്. അതായത് ഇപ്പം നിലവിൽ KSEB ലൈനുമായിട്ടുള്ള കണക്ഷൻ ഈ ഇൻവെർട്ടറിന് ലോസായി. അപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ കാണാം യൂട്ടിലിറ്റി ലോസ്, പവർ 0 വാട്ട്സ്. അതായത് KSEB ലൈൻ ഇല്ലെങ്കിൽ ഇത് പവർ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഞാനിപ്പോൾ ബ്രേക്കർ വീണ്ടും ഓണാക്കി. അപ്പം ഇങ്ങനെ KSEB ലൈൻ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നു കഴിയുമ്പം ഒരു 60 സെക്കൻഡ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ 60 സെക്കൻഡ് സമയം കൊണ്ട് നമ്മുടെ ഇൻവെർട്ടർ KSEB ലൈനുമായിട്ട് സിങ്ക്രണൈസ് ആവുകയും നമുക്ക് 3 ഫേസ് ഇൻപുട്ട് വരുന്നതാണല്ലോ. അപ്പോൾ ചുമ്മാ കയറി ഒരു ഔട്ട്പുട്ട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. AC ലൈനുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തേ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ സിങ്ക്രണൈസേഷനും മറ്റൊക്കെ വേണ്ടിയുള്ള സമയമാണ് ഈ ഒരു 60 സെക്കൻഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് സ്ക്രീനിൽ നോക്കി നമുക്കിവിടെ കാണാം പവർ 0 വാട്ട്സ് ആണ്. അതായത് സിങ്ക്രണൈസ് ആയിട്ടില്ല, ഈ ഇൻവെർട്ടറിൽ നിന്ന് പവർ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പം ഒരു സാധാരണ ഇൻവെർട്ടർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കറണ്ട് പോയാലും ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്ത് AC ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നേനെ. പക്ഷേ ഇത് ഗ്രിഡ് ടൈഡ് അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ആയതുകൊണ്ട് ഇതിന് KSEB ലൈൻ വേണം. കറണ്ട് DC ഉണ്ടെങ്കിലും അത് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ നമുക്കിവിടെ കാണാം 60 സെക്കൻഡ് കഴിഞ്ഞു, സിങ്ക്രണൈസേഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് താഴെ പവർ ജനറേഷൻ എന്നുള്ളിടത്ത് പവർ കൂടിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു വൈകുന്നേര സമയമാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഏകദേശം ഒരു 1000-1700 വാട്ട്സാണ് ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം നോർമലി വോൾട്ടേജ് കുറവായിരിക്കും, വൈകുന്നേരമാണ്, വെയിൽ കുറവാണ്, ആ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഇനി നമുക്ക് പ്രധാന കാര്യത്തിൽ കിടക്കാം, മീറ്ററിലേക്ക്. അപ്പോൾ നമ്മുടെ സോളാർ ഇൻവെർട്ടറിൽ നിന്ന് വന്നിരിക്കുന്ന വയർ, ഈ കാണുന്ന വയർ നേരെ വന്ന് ഈ സ്വിച്ചിലേക്കാണ് ആദ്യം വരുന്നത്. ഒരു ഓൺ ഓഫ് സ്വിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 3 ഫേസ് മീറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊരു സാധാരണ 3 ഫേസ് മീറ്ററാണ്. ഇതൊരു കൺസ്യൂമർ പർച്ചേസ് മീറ്ററാണ്. അതോടെ താഴെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാം കൺസ്യൂമർ പർച്ചേസ് മീറ്റർ. ഈ മീറ്റർ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോളാർ ഇൻവെർട്ടറിൽ നിന്ന് എത്രമാത്രം ലോഡ് എടുത്തു എന്ന് കൃത്യമായിട്ട് യൂണിറ്റ് അളവിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റർ നമ്മൾ പിടിപ്പിക്കുന്നത്.
സാധാരണ മീറ്ററിൻ്റെ വയറിംഗ് തന്നെയാണ് ഇവിടെ വരുന്നത്. RYB ഇൻപുട്ടിൽ സാധാരണ നമ്മൾ വീട്ടിൽ പിടിപ്പിക്കുന്നതാണെങ്കിൽ KSEB ലൈൻ വരും. ഇവിടെ നമ്മൾ സോളാർ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ RYB ഔട്ട്പുട്ടാണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ആ RYB ഇൻപുട്ട് ഉപയോഗിച്ച് ഇൻവെർട്ടറിൽ നിന്ന് എത്ര യൂണിറ്റ് കറണ്ട് നമുക്ക് എടുത്തു എന്നതിന് കൃത്യമായൊരു അറിവ് നമുക്ക് കിട്ടും, അളവ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് പിടിപ്പിക്കുന്നൊരു എക്സ്ട്രാ മീറ്ററാണിത്. അപ്പം ഈ ഓക്സിലറി മീറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട മീറ്ററായിട്ടുള്ള ബൈഡയറക്ഷൻ മീറ്റർ അല്ലെങ്കിൽ നെറ്റ് മീറ്റർ എന്നറിയപ്പെടുന്ന ഈ ഒരു മീറ്ററിലേക്കാണ്. ഇതിൻ്റെ റീഡിംഗ് അനുസരിച്ചാണ് നമ്മൾ ഒരു മാസം എത്ര രൂപ ബില്ല് അടയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇത് സ്പെഷ്യൽ ടൈപ്പ് മീറ്ററാണ്. ഇത് തിരിച്ചറിയാനുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പ്രത്യേകം മാർക്കിംഗ് ഉണ്ടായിരിക്കും. അവിടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ബൈഡയറക്ഷൻ മീറ്റർ ഫോർ സോളാർ ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാം. അപ്പം ഈ ടൈപ്പ് മീറ്ററുകൾക്ക് KSEBിൽ നിന്ന് വലിച്ച കറണ്ടിൻ്റെ അളവും പ്രത്യേകം റീഡ് ചെയ്യും, KSEBിലേക്ക് കൊടുത്ത കറണ്ടിൻ്റെ അളവും പ്രത്യേകമായിട്ട് റീഡ് ചെയ്യും. അപ്പം നെറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ KSEBിൽ നിന്ന് വലിച്ച കറണ്ട് മൈനസ് KSEBിലേക്ക് കൊടുത്ത കറണ്ട്, അതാണ് നമ്മൾ നെറ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ആ നെറ്റ് റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിൽ തുക മാത്രമേ നമ്മൾ അടയ്ക്കേണ്ടതുള്ളൂ. നമ്മൾ 100 യൂണിറ്റ് KSEBിൽ നിന്ന് വലിച്ചിട്ട് 100 യൂണിറ്റ് സോളാറിൽ നിന്ന് KSEBിലേക്ക് അങ്ങോട്ട് കൊടുത്തെങ്കിൽ നമ്മുടെ ബിൽ തുക 0 ആയിരിക്കും. 100 യൂണിറ്റ് KSEBിൽ നിന്ന് വലിച്ച് 50 യൂണിറ്റ് കൊടുത്തുള്ളെങ്കിൽ ബാക്കി 50 യൂണിറ്റിനുള്ള കറണ്ട് ബില്ല് നമ്മൾ അടച്ചാൽ മതി. 50 യൂണിറ്റ് KSEBിൽ നിന്ന് വലിച്ചുള്ളൂ, 100 യൂണിറ്റ് ഗ്രിഡിലേക്ക് അങ്ങോട്ട് കൊടുത്തെങ്കിൽ ബില്ല് 0 ആയിരിക്കും. മിച്ചമുള്ള 50 യൂണിറ്റിനുള്ള പൈസ നമുക്ക് KSEB ഇങ്ങോട്ടും തരും. ഇത് റീഡ് ചെയ്യാനായിട്ട് വേണ്ടിയുള്ള സ്പെഷ്യൽ ടൈപ്പ് മീറ്ററാണ് ഈ ടൈപ്പ് മീറ്ററുകൾ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രം ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ കാണാം RYB ന്യൂട്രൽ ഇൻപുട്ട് നമ്മുടെ KSEBയുടെയാണ്. അതിന് മുകളിൽ സോളാറിൻ്റെയാണ് 1S 2S 3S എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് സോളാറിൻ്റെയാണ്. ടു ലോഡ് സ്വാഭാവികമായിട്ടും നമ്മുടെ ലോഡിലേക്കുള്ള കണക്ഷൻ. ഇനി നമുക്ക് ഈ ടൈപ്പ് മീറ്റർ ഒന്ന് റീഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതൊരു ഡിജിറ്റൽ മീറ്ററാണ്. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ ഈ ടൈപ്പ് മീറ്ററിനകത്ത് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ടാവും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിനകത്ത് നെറ്റ് റീഡിങ് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു കമ്പനിയുടെ മീറ്ററിനകത്തെ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ടോ, നെറ്റ് യൂസേജ്. ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ആവറേജ് ഈ തുകയ്ക്കുള്ള ബില്ലാണ് ഞാൻ അടയ്ക്കേണ്ടി വരിക. 6525 യൂണിറ്റിനുള്ള കിലോ വാട്ടിന് കൺസ്യൂം ചെയ്തിട്ടുള്ള ബില്ല്. ഇത് നമ്മുടെ KSEBിൽ നിന്നുള്ള കറണ്ട് എത്ര ഞാൻ ഉപയോഗിച്ചെന്നുള്ളതാണ്. ഇത്രയും വാട്ട്സ് ഞാൻ KSEBിൽ നിന്ന് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റീഡിങ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇത് സോളാർ. ഇത് ഞാൻ അങ്ങോട്ട് കൊടുത്തത് ഗ്രിഡിലേക്ക് കൊടുത്ത് ഇത്രയാണ്. മാസം ആദ്യമാണ്, അതുകൊണ്ടാണ് ഇത് കുറഞ്ഞു നിൽക്കുന്നത്. മാസം കൂടുന്തോറും ഈ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ നെറ്റ് യൂസിന് എത്ര അധികം കുറയുന്നു അത്രത്തോളം ബില്ല് കുറച്ചേ നമുക്ക് അടയ്ക്കേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കണക്ഷൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇത്രയും നേരം ഞാൻ തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ ഷോർട്ടായിട്ട് ഒരു പിക്ചറായിട്ട് കാണിച്ചാൽ ഇത്രയേ ഉള്ളൂ സാധനം. ഈ 12 മിനിറ്റിൽ ഞാൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഈ ഒറ്റ പിക്ചറിൽ തീരും. ഇത് ലൂമിനസിൻ്റെ പേജിൽ നിന്ന് എടുത്തൊരു പിക്ചറാണ്. അവർക്ക് വളരെയധികം നന്ദിയുണ്ട്. ഈ ഒരു പിക്ചർ അവർ ഡിസൈൻ ചെയ്ത പിക്ചറാണ്. അപ്പം ഇത് മറ്റൊരു പിക്ചറാണ്. അപ്പം ഈ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ആണ്. ഇത്രയും നേരം നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും ഇത്രയും ചെറിയ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ്. ഇത്രയധികം വയറിംഗ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നുമെങ്കിലും ഈ 2 ഫോട്ടോയിൽ കണ്ട ഇത്രയും ചെറിയ കാര്യമാണ് ഈ സോളാർ ഗ്രിഡ് ടൈഡ് ഇൻവെർട്ടർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതൊരു വലിയ വീഡിയോ ആയിപ്പോയി. എന്നിരുന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി.